ഹലോ ഫ്രണ്ട്സ്, ട്യൂട്ടർവോൾട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഞാൻ ഇന്ന് യൂട്യൂബ് അപ്ഡേറ്റുകളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പുകളൊന്നും അല്ല പറഞ്ഞു തരാൻ പോകുന്നത്. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ യൂട്യൂബിൽ ഇതുവരെ സക്സസ് ആവാണ്ടിരിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ പറഞ്ഞു വരികയാണ്. മാത്രമല്ല, നമ്മുടെ യൂട്യൂബ് ചാനൽ 7000 സബ്സ്ക്രൈബറിന് മുകളിലായിട്ടുണ്ട്. ഉടനെ തന്നെ ഈ വീക്കിൽ തന്നെ 10000 സബ്സ്ക്രൈബർ നമ്മുടെ ചാനൽ എത്തുമെന്ന് 100% ഉറപ്പാണ്. കാരണം നല്ല രീതിയിലുള്ള വ്യൂസ് നമ്മുടെ ചാനലിലേക്ക് വരുന്നുണ്ട്. അതുപോലെ നല്ല കമൻസും സബ്സ്ക്രൈബറും ഞാൻ കൊടുക്കുന്ന ഇൻഫർമേഷൻ അവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്നെനിക്ക് 100% വിശ്വാസമായത് എൻ്റെ ചാനലിലെ സബ്സ്ക്രൈബറിൻ്റെ കൗണ്ട് കൂടുന്നത് കണ്ടാണ്. ഏകദേശം 1 മന്ത് കൊണ്ട് 4000ഓളം സബ്സ്ക്രൈബറാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒരു താങ്ക്സ് കൂടെ ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ സാഹചര്യമാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കാരണം എൻ്റെ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഫേസ് ത്രൂ വീഡിയോസ് ഒന്നും ചെയ്യുകയില്ലായിരുന്നു. മലയാളത്തിൽ നിരവധി ടെക് ചാനലുകൾ ഉണ്ടെങ്കിലും നമ്മൾക്കറിയാവുന്ന ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പോൾ വാല്യൂ കണ്ടൻ്റ് ആണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വ്യൂസ് വരും എന്ന് 100% എനിക്ക് മനസ്സിലായത് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ്. നിരവധി ആളുകൾ വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ വീഡിയോയിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അവർ പറയാത്ത കാര്യങ്ങൾ ഫൈൻഡ് ചെയ്ത് ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോയിലൂടെ ഞാൻ മറ്റുള്ള എൻ്റെ സബ്സ്ക്രൈബറിന് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സിന് കൊടുത്തുകൊണ്ട് മാത്രമാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഇന്ന്, അതായത് 100 സബ്സ്ക്രൈബറിൽ നിന്നും ഒരു 10000 സബ്സ്ക്രൈബറിലേക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ എത്താനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്. ഞാൻ നിരവധി യൂട്യൂബ് വീഡിയോസ് കുഞ്ഞിലെ അല്ലെങ്കിൽ ഇരിക്കുന്ന സമയത്തൊക്കെ കാണുമായിരുന്നു. അല്ലെങ്കിൽ ഇത് എങ്ങനെയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വീഡിയോ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മൾ കണ്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് മാത്രമാണ് നമ്മൾ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ സക്സസ്ഫുള്ളിൻ്റെ പുറകിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയുണ്ട്. കാരണം നിരവധി ആളുകൾ നെഗറ്റീവ് കമൻസുകൾ നമ്മളോട് പറയുന്നുണ്ടെങ്കിലും ഒരാളുടെ ഒരു അഭിപ്രായം നമുക്ക് വളരെ നെഗറ്റീവായിട്ട് തോന്നുകയും അത് നമുക്ക് വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്ത ഒരു കമൻറ്റ് അല്ലെങ്കിൽ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. അതിൽ നിന്നുമാണ് എങ്ങനെയെങ്കിലും യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സക്സസ്ഫുൾ ആക്കണം, അല്ലെങ്കിൽ ഒരു മോണിറ്റൈസ്ഡ് ആയിട്ടുള്ളൊരു ചാനൽ ഉണ്ടാക്കണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലൂടെയാണ് സമയമില്ലാത്ത നേരത്തും നമ്മൾ യൂട്യൂബ് വീഡിയോ ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ എനിക്കുണ്ടായ പ്രചോദനം എന്ന് പറയുന്നത് ഒരൊറ്റയാളുടെ കമൻറ്റിൽ നിന്ന് മാത്രമാണ്. ഏകദേശം ഒരു 7-8 മാസങ്ങൾക്ക് മുമ്പ് വരെ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നും ഞാൻ വെറുതെ ഒരു പാഷൻ പോലെ എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഒരു ടെക് വീഡിയോ അല്ലെങ്കിൽ ഒരു ടെക് ചാനൽ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ വ്യൂവേഴ്സിലേക്ക് എത്തിക്കുകയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്നും നമുക്ക് കുറച്ചും കൂടി പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ട് എന്നാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. അപ്പോൾ എനിക്ക് ഈ ഒരു കമൻറ്റും കൂടെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് 100% ഒരു കോൺഫിഡൻ്റ് ആയി എൻ്റെ യൂട്യൂബ് ചാനൽ എങ്ങനെയും വർക്കൗട്ട് ആക്കണം. ഒരു 10000 സബ്സ്ക്രൈബർ, ഞാൻ ആദ്യം ഉദ്ദേശിച്ച 1000 സബ്സ്ക്രൈബറും ഒരു മോണിറ്റൈസ്ഡ് ആയിട്ടുള്ളൊരു ചാനലും, അത് അയാളെ കാണിക്കണം എന്നുള്ളൊരു 100% എൻ്റെ മനസ്സിൽ കിടന്ന ഒരു ചെറിയ വൈരാഗ്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ ഒരു വൈരാഗ്യം കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടി ഓരോ ദിവസവും കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഫൈൻഡ് ചെയ്യും, ആരും ചെയ്യാത്ത ടോപ്പിക്കുകൾ ഞാൻ സെർച്ച് ചെയ്ത് നോക്കും. അതായത് ആരെങ്കിലും ഞാൻ ചെയ്യാൻ പോകുന്ന കണ്ടൻറ്റിനെ കുറിച്ച് ആരെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കും. വളരെ ഹൈ പ്രയോറിറ്റി ഉള്ള അല്ലെങ്കിൽ കൂടുതൽ ആളുകളും ഇറങ്ങി ചെല്ലാത്ത സബ്ജക്റ്റുകളെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങി. ഞാനൊരു യൂട്യൂബ് വീഡിയോ, അതായത് വാട്സപ്പിൻ്റെ ഒത്തൊരു ട്രിക്കിനെ കുറിച്ചുള്ളൊരു യൂട്യൂബ് വീഡിയോ ഇടുകയും അത് വളരെ പെട്ടെന്ന് വൈറലാവുകയും ചെയ്യുകയുണ്ടായി. എൻ്റെ ചാനൽ തുടങ്ങി 3ാമത്തെ ആഴ്ച ഞാൻ വാട്സപ്പിൻ്റെ ഒരു ട്രിക്ക് ഇടുകയും അത് ഏകദേശം 1 വീക്ക് കൊണ്ട് 3 ലക്ഷത്തോളം വ്യൂസ് എൻ്റെ ആ ഒരു വീഡിയോയ്ക്ക് വരികയും ചെയ്യുകയുണ്ടായി. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ യൂട്യൂബ് പോളിസിയെക്കുറിച്ചോ ഒന്നും അറിയില്ലാത്ത ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോയുടെ തമ്പനെയിലിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ടൈറ്റിലിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. എൻ്റെ ഒരാഴ്ച കൊണ്ട് 3 ലക്ഷത്തിൽ കൂടുതൽ വ്യൂസ് വന്ന എൻ്റെ യൂട്യൂബ് വീഡിയോ അത് ബാൻ ആവുകയും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വരികയും ചെയ്തു. അതോടെ പൂട്ടിക്കെട്ടിയ എൻ്റെ ചാനൽ ഏകദേശം 3 മാസങ്ങൾക്ക് ശേഷം ഞാൻ റീഓപ്പൺ ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് വാശിയായിരുന്നു യൂട്യൂബ് ചാനൽ എങ്ങനെ നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിരവധി യൂട്യൂബ് കണ്ടൻറ്റുകളെക്കുറിച്ചും അല്ലെങ്കിൽ യൂട്യൂബ് ഐഡിയകളെക്കുറിച്ചും പഠിക്കുകയും യൂട്യൂബിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ട് എങ്ങനെ നമുക്ക് യൂട്യൂബിലൂടെ കോപ്പിറൈറ്റ് ക്ലെയിം ഇല്ലാണ്ട് അല്ലെങ്കിൽ സക്സസ്ഫുള്ളായിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ അനലൈസ് ചെയ്യുകയും പഠിക്കുകയും ചെയ്തിട്ടാണ് ഓരോ വീഡിയോസും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ
ഓൺ പ്രൊഡക്റ്റിന് നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം ഒന്നും വരില്ല. എന്നാലും നമ്മുടെ ഓൺ പ്രൊഡക്റ്റിന് കോപ്പിറൈറ്റ് ക്ലെയിം വരുന്ന ഇഷ്യൂസുകൾ വരാറുണ്ട്. അതായത് നമ്മൾ ഫോൺ റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ ടെക് വീഡിയോസൊക്കെ ചെയ്യുക, എല്ലാ വീഡിയോസും നമുക്കങ്ങനെ കോപ്പിറൈറ്റ് ക്ലെയിം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് നമുക്ക് കിട്ടിയെന്ന് വരില്ല. എന്നാൽ ഒരു 25% നമുക്ക് കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ അറിയാൻ തുടങ്ങി, അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ പോളിസിയെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു 500-400 സബ്സ്ക്രൈബർ ഇരിക്കുന്ന സമയത്താണ് എന്നോട് ഒരാൾ, ഞാൻ അറിയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് എന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി, ഒരു കമൻറ്റ് എന്നോട് പറയുകയുണ്ടായി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊരു പൊതുവേദിയിലായതുകൊണ്ട് എൻ്റെ കുറച്ച് ആളുകൾ അല്ലെങ്കിൽ അവരത് കേൾക്കുകയും എനിക്കത് ഭയങ്കര ഇൻസൾട്ടായിട്ട് തോന്നുകയും ചെയ്തു. പക്ഷേ ഞാനത് അവിടെ പ്രകടിപ്പിക്കുകയൊന്നും ചെയ്തില്ല. നമ്മളത് തമാശ രൂപയിൽ എടുത്തുള്ളൂ. ആളുകൾ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ എന്ത് കമൻറ്റ് ചെയ്താലും നമുക്കത് ബാധിക്കുന്ന കാര്യമല്ല. നമ്മൾക്ക് അവരിൽ നിന്നും ഒരു സഹായം കിട്ടുകയില്ല. നമ്മൾ തന്നെ ജോലി ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ തന്നെ വർക്ക് ചെയ്യുന്ന ആ എഫോർട്ടിനനുസരിച്ചുള്ള റവന്യൂ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് നമുക്ക് എന്താണ് മറ്റാരുടെയും അഭിപ്രായം കേട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഉപദേശം അനുസരിച്ചൊന്നും ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സ്വന്തമായിട്ട് തിങ്ക് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു കഴിവുണ്ടെങ്കിൽ, അതിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉയരത്തിലെത്താൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, ആർക്കും അത് എല്ലാവരിലും എക്യുപ്മെൻറ്റ്സ്, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ക്യാമറ എല്ലാവരും ഉണ്ടെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള മടി അല്ലെങ്കിൽ വീഡിയോ പ്രസൻറ്റ് ചെയ്യാനുള്ള മടി, ഈ കാരണങ്ങൾ കൊണ്ടൊന്നും പലരും ചെയ്യാണ്ടിരുന്നിട്ടും ഞാൻ എൻ്റെ ഇഷ്ടം കണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇതിനോടൊരു താല്പര്യമുള്ളതുകൊണ്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും അത് ഇഷ്ടപ്പെടായികയാണോ, അതിൽ നിന്നും എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല, ഒരു ഇൻസൾട്ടായിട്ടുള്ള വേർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളോട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പറയുകയുണ്ടായി. ആ സമയത്ത് എനിക്കൊരു 500-400 ഇടയ്ക്കുള്ള ഒരു സബ്സ്ക്രൈബർ കൗണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. ഇതെനിക്ക് വളരെ സങ്കടകരമാക്കുകയും അതായത് കുറച്ച് ഇൻസൾട്ട് ആവുകയും ചെയ്തുകൊണ്ട് ഞാൻ അവിടെ പ്രതികരിക്കാൻ പോയില്ല. അപ്പോൾ പ്രതികരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അയാളോട്, അതായത് വിവരമില്ലാത്ത ഒരാളിനോട് നമ്മൾ വേദം ഓതിയിട്ട് കാര്യമില്ല. അത് വേറെ എന്താ രീതിയിലാണ്. എന്നാലും ഞാൻ പറയാം, ഒരാളോട് പെരുമാറുക അല്ലെങ്കിൽ അയാളോട് കാര്യങ്ങൾ സംസാരിക്കുന്നതും നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ പേഴ്സണാലിറ്റിയാണ്. നമ്മൾ ഓപ്പൺ മൈൻഡായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ആളവിടെ തമാശ രൂപത്തിൽ ഉന്നയിച്ചതാണോ അതോ വേറെ എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതാണോ എന്നും നമുക്കറിയില്ല. ഞാനത് പിന്നെ നോക്കാൻ പോയിട്ടൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു വാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആളുടെ മുമ്പിൽ അല്ലെങ്കിൽ ആ കുറച്ച് ഇൻസൾട്ട് ആയപ്പോൾ അവിടെ നിന്ന് ചിരിച്ച കുറച്ച് ആളുകളുടെ മുമ്പിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് മോണിറ്റൈസ് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് ഒരു 100 രൂപ വരുമാനം ഉണ്ടാക്കി കാണിക്കണം. അതായത് നമ്മൾ ഇടുന്ന സമയം, ഞാൻ ഇങ്ങനെ യൂട്യൂബ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും എന്നോട് പറയുന്നത് വെറുതെ സമയം കളയുകയാണ്, വെറുതെ നിൻ്റെ വീഡിയോ ആരാണ് കാണുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഇൻസൾട്ടിങ് അറിഞ്ഞു. പിന്നെ പറയുന്നില്ല എന്തൊക്കെയാണ്. ഒരു യൂട്യൂബ് ചാനലുള്ള നിരവധി ആളുകൾക്ക് മനസ്സിലാവും എന്തൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും പറഞ്ഞു തന്നാൽ. എന്നാൽ എൻ്റെ ചാനൽ മോണിറ്റൈസേഷനായി 1K എത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ട്രീറ്റൊക്കെ നടത്തുകയും, ഒരു മോണിറ്റൈസേഷൻ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. നമ്മളൊരു ചെറിയ ചാനലാണ്. അപ്പോൾ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ചെറിയ ട്രീറ്റൊക്കെ നടത്തുകയും, അന്നേരം ആൾക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മളെ ഫേസ് ചെയ്യാനായിട്ടുള്ള. പക്ഷേ നമുക്കത് ബാധകമുള്ള കാര്യമല്ല. നമുക്ക് ഓപ്പൺ മൈൻഡായിട്ട് സംസാരിക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ തെറ്റുകളുണ്ടെങ്കിലും കുറവുകളുണ്ടെങ്കിലും ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളുകളെയാണ് നമുക്കിഷ്ടം. മാറി നിന്ന് സംസാരിക്കുന്നവരെ നമുക്ക് പണ്ടേ ഇഷ്ടമല്ല. നമ്മൾ ഓപ്പൺ മൈൻഡായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഞാൻ യൂട്യൂബ് വീഡിയോയിലേക്ക് നല്ല രീതിയിൽ വീഡിയോ ഇടാൻ തുടങ്ങി. പിന്നെ എൻ്റെ ജോലി ടൈം എല്ലാം ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ മാറി വരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ജോലിയുടെ ആവശ്യങ്ങളായിട്ട് എനിക്ക് ട്രാവൽ ചെയ്യുന്നു വരുന്നതുകൊണ്ടും എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും എനിക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ യൂട്യൂബിലേക്ക് മാക്സിമം എഫോർട്ട് എടുത്ത് കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ തുടങ്ങി. കണ്ടിന്യൂസ്, അതായത് ടോപ്പ് റിലേറ്റഡ് വൈറലാകാൻ പോകുന്ന വീഡിയോ കണ്ടൻറ്റുകൾ കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ ഹോട്ട് ന്യൂസിനെ കുറിച്ചുള്ള വീഡിയോസുകൾ ഇട്ടിട്ട്, ഹോട്ട് ന്യൂസ് എന്ന് ഉദ്ദേശിച്ചത് അപ്ഡേറ്റഡ് ആയിട്ട് വരാൻ പോകുന്ന ന്യൂസുകളെ കുറിച്ചുള്ള വീഡിയോ ഇട്ട് എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബർ കൗണ്ട് കൂടുകയും എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആയി എനിക്ക് അതിൽ നിന്നും ഒരു വരുമാനം ഏൺ ചെയ്യാനുള്ളൊരു സാഹചര്യം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ദിവസം എൻ്റെ യൂട്യൂബ് റവന്യൂവിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഇടുകയുണ്ടായി. എൻ്റെ യൂട്യൂബ് റവന്യൂവിനെ കുറിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അതിൽ വരുന്ന കമൻസിൽ നിന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു ടേൺ ഓവർ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. കാരണം നിരവധി ആളുകൾ ഇപ്പോഴും യൂട്യൂബിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. എന്നാൽ യൂട്യൂബിൽ വന്നിട്ടും സക്സസ്ഫുൾ ആവാണ്ട് നിലനിൽക്കുന്ന നിരവധി ആളുകൾ ഇപ്പോഴുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബിനെ കുറിച്ച് അവർക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ അവർക്ക് കൊടുക്കുക എന്നുള്ളൊരു 100% ഒരു സിൻസിയർ ആയിട്ടുള്ള എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ളൊരു പരിശ്രമം കൊണ്ടാണ് ഞാനൊരു യൂട്യൂബിലേക്ക്, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് ഇടുവാൻ ഞാൻ ആരംഭിച്ചത്. നിരവധി കമൻസുകളും നിരവധി എൻക്വയറികളും നമുക്ക് വരുന്നുണ്ട്. നമുക്ക് എല്ലാവരുടെയും ഓപ്ഷൻസ് അല്ലെങ്കിൽ എല്ലാവരുടെയും കമൻസ് നമുക്ക് റീഡ് ചെയ്യാൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എനിക്ക് വരുന്ന ഇൻസ്റ്റാഗ്രാം മെസ്സേജിന്, വാട്സപ്പ് മെസ്സേജിന് എൻ്റെ ടൈം അനുസരിച്ച് പേഴ്സണൽ ടൈമിൽ നിന്നും ഞാൻ സമയം കണ്ടെത്തി ഞാൻ അതിനൊക്കെ റിപ്ലൈ ഞാൻ ചെയ്യുന്നുണ്ട്.
എന്നാലും നിരവധി കമൻസുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ചെറിയൊരു മാർക്കറ്റിംഗ് കമ്പനി ആരംഭിച്ചിട്ടുണ്ട്. യൂട്യൂബിലേക്ക് വരുവാൻ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സക്സസ്ഫുൾ ആകുന്നതിന് വേണ്ടി ഒരു യൂട്യൂബ് കമ്മ്യൂണിറ്റി നമ്മൾ തുടങ്ങിയിട്ട് ഒരു യൂട്യൂബിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ക്ലാസ്സുകൾ അത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല. ഒരു ചെറിയ പെയ്ഡ് എമൗണ്ടോട് കൂടി വളരെ തുച്ഛമായ എമൗണ്ട് കൊടുത്ത്, കാരണം നിങ്ങൾ യൂട്യൂബ് വീഡിയോ ഇടുന്നവരാണെങ്കിൽ നിങ്ങൾ മറ്റാരുടെയും കമൻസുകൾ കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് യൂട്യൂബിൽ സക്സസ്ഫുൾ ആവണം അല്ലെങ്കിൽ വിജയിക്കണം, നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും ഡെയിലി ഒരു വരുമാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വിഷനുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര മോശപ്പെട്ട വീഡിയോ ആയിക്കോട്ടെ, എത്ര വ്യൂസ് ഇല്ലാത്ത വീഡിയോ ആയിക്കോട്ടെ, നിങ്ങൾ മറ്റാരും പറയുന്നതിൻ്റെ ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായും നിങ്ങളുടെ യൂട്യൂബ് ചാനൽ 100% സക്സസ്ഫുൾ ആകും എന്ന് ഒരു ഉറപ്പ് ഞാൻ തരുന്നു. കാരണം നിങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് തരുന്നതായിരിക്കും. പിന്നെ നെഗറ്റീവ് കമൻസുകളാണ് നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് നമുക്ക് പോസിറ്റീവിലേക്ക് നമുക്ക് മുന്നേറാനും 100% വിജയിക്കുവാനും നമ്മളെ സഹായിക്കുന്നത് നെഗറ്റീവ് കമൻസുകളാണ്. അതുകൊണ്ട് ഈ നെഗറ്റീവ് കമൻസുകൾ പറയുന്നവരോട് ദേഷ്യപ്പെടാണ്ട്, അവരോട് മറുത്തൊന്നും പറയാണ്ട്, നെഗറ്റീവ് കമൻറ്റിലൂടെ മാത്രമായിരിക്കും നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസ് കൊണ്ട് നിങ്ങളെ തളർത്തുന്നവരുടെ മുന്നിൽ വിജയിച്ച് കാണിക്കുക. നിങ്ങൾക്ക് ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി, 100% നമ്മുടെ കഴിവുകളിൽ വിശ്വസിക്കുക. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് 100% ഇൻപുട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടും എന്ന് 100% ഞാൻ ഉറപ്പ് പറയട്ടെ. കാരണം ഒരു 1K പോലും ഉണ്ടായിരുന്നില്ലാത്ത എൻ്റെ യൂട്യൂബ് ചാനൽ ഇന്ന് എനിക്കൊരു 10K സബ്സ്ക്രൈബറിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു 10K സബ്സ്ക്രൈബറിലേക്ക് എത്തുവാൻ എന്നെ സഹായിച്ച എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് എല്ലാവരോടും ഒരു നന്ദി പറയട്ടെ. അതുപോലെ ഇനിയും നമ്മുടെ യൂട്യൂബ് ചാനലിന് സപ്പോർട്ട് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഞങ്ങളും ഉണ്ട്, ഞങ്ങളുടെ ടീമും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാത്തിനും സപ്പോർട്ട് തരുവാനും നിങ്ങൾക്ക് എല്ലാ എൻക്വയറിക്കും റിപ്ലൈ തരുവാനും നമ്മൾ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബിൽ സക്സസ്ഫുൾ ആയിട്ട് റൺ ആയിക്കൊണ്ടിരിക്കുന്നവരായിട്ടെ, നെഗറ്റീവ് കമൻറ്റുകളെ നോക്കാണ്ട് ചാനൽ മുന്നോട്ട് തന്നെ പോവുക. ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ എന്തായാലും അടിപൊളി ട്രിക്കായിട്ടായിരിക്കും വരിക. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനെടുത്ത് ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.